ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ മുന്നിലാണ്. ഇതാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ആ വലിയ ക്യാമ്പസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയുടെ സെൻട്രിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി. താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി അതായത് ഹെൽപ്പ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഞങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം ഒത്തിരി വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിലോട്ട് അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. സോ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ഈ വർഷം വരാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളും കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ എടുത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ പേരൻസൊക്കെ അവരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ വേണം സാർ, എല്ലാ സ്ഥലത്തും വീഡിയോ എടുക്കുന്നതല്ലേ, ഈ വീഡിയോ എടുക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട്. പോരാത്തതിന് ഈ വർഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു തീരുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാൻ, എങ്ങനെയാണ് താഷ്കണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടും. സോ ഞാനങ്ങനെ താഷ്കണ്ടിൽ വന്നിറങ്ങി. ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഉസ്ബെക്കിസ്ഥാനിലുള്ള എയർലൈൻ, ഉസ്ബെക്കിസ്ഥാൻ എയർലൈനിൽ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണാം. അതായത് അത്യാവശ്യം നല്ല സമ്പന്നമായിട്ടുള്ളൊരു എയർപോർട്ടാണ്. നമ്മളെ നാട്ടിലത്തെ എയർപോർട്ടിനൊക്കെ വെല്ലുന്ന എയർപോർട്ട് എന്ന് തന്നെ പറയാം. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സിറ്റിസൺസ് ഇവിടെ വരാറും ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. നമുക്ക് വിദേശത്തേക്ക് MBBS പഠിക്കാൻ പോകുന്നൊരു സ്ഥലം എന്നതിലുപരി അധികം അറിയാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ G20 ഉച്ചകോടിയും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ലോക മാപ്പിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ എൻ്റെ പാസ്പോർട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ്. അതായത് എക്സിറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. താഷ്കണ്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. താഷ്കണ്ടിൽ ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്തോട്ടും യാത്ര ചെയ്യാത്തൊരു പേരൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ കൂടെയോ മോൻ്റെ കൂടെയോ ഇവിടെ വന്ന് ഇറങ്ങാനും ടൂറിസ്റ്റായിട്ട് വന്നിട്ട് ഇവിടെ കുട്ടിയുടെ കൂടെ 1 മാസമോ 2 മാസമോ 3 മാസമോ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനൊക്കെ വളരെ സൗകര്യമാണ്. വിസ ഒക്കെ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ താഷ്കണ്ടിൽ അവർ കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ തന്നെ ചോദിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ താഷ്കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഉസ്ബെക്കിസ്ഥാൻ്റെ ഈ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലോട്ട് എറൗണ്ട് ഒരു 30-35 മിനിറ്റ് മാത്രമാണ് യാത്രാ ദൈർഘ്യമുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാസഞ്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ താഷ്കണ്ടിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് ഏത് വിദേശ രാജ്യത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ വരുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ പഠന ചിലവ് വളരെ കുറവ് എന്നുള്ളതും, പിന്നെ 2 നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇവിടെ ഒരു ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ്. സോ അങ്ങനെ ഒരു റേസിസോ മറ്റു പ്രശ്നങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ താഷ്കണ്ട് വളരെ സമ്പന്നമായി തന്നെ വിദ്യാർത്ഥികളെ നാട്ടിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയൊരു 4-5 കൊല്ലം കഴിയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ താഷ്കണ്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ താഷ്കണ്ടിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് എത്തി. ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. സോ ബസ് വന്നിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. സോ താഷ്കണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയമെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ടാക്സിയിൽ പോകേണ്ട സമയമാണ് ഒരു 35 മിനിറ്റ്. ബസ്സിലാകുമ്പോൾ ഏതാണ്ട് ഒരു 45-50 മിനിറ്റോളം സമയമെടുക്കും. സോ വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് വരാനും പോകാനും വളരെ സൗകര്യമാണ്. സാധാരണ രീതിയിലുള്ള ഓരോ യൂണിവേഴ്സിറ്റിയും എയർപോർട്ടിൽ നിന്ന് ഒത്തിരി ദൂരത്തായിരിക്കും. പക്ഷേ താഷ്കണ്ടിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളെ നാട്ടിലിപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോഴിക്കോടുള്ളൊരു പേരൻറ്റ് തിരുവനന്തപുരത്ത് കുട്ടിയെ പഠിപ്പിക്കാൻ മുട്ട പോലെയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നാട്ടിലേക്ക് വരാനൊക്കെ പറ്റും. കാരണം എയർപോർട്ടിൽ 1/2 മണിക്കൂർ മാത്രമേ യാത്രാ ദൈർഘ്യമുള്ളൂ. അങ്ങനെ താഷ്കണ്ടിൻ്റെ സിറ്റി നമുക്കിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. താഷ്കണ്ടിൻ്റെ സിറ്റി വളരെ വെൽ ഡെവലപ്ഡാണ്. ഇപ്പോൾ വലിയൊരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. താഷ്കണ്ട് സിറ്റിയുടെ ഒരു കൾച്ചർ നമ്മളോട് പറയുകയാണെങ്കിൽ ഒരു അറബിക് യൂറോപ്യൻ ഏഷ്യൻ മിശ്രിതം എന്ന് പറയാൻ പറ്റും. അതായത് ഒരു അറബിക് കൾച്ചേഴ്സുള്ള വസ്ത്രശൈലിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്ലസ് ഒരു യൂറോപ്പിനോട് ചേർന്നിട്ടുള്ള, അതായത് റഷ്യയുടെ കുറച്ച് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള, എന്നാൽ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതല്ലെങ്കിൽ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ ഒക്കെ ഉള്ള പോലത്തുള്ള രാജ്യങ്ങളുടെ ഒരു സൗന്ദര്യവും നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കാണാൻ പറ്റും. അങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിൽ എത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മുൻപ് അഡ്മിഷൻസ് ചെയ്തിട്ടുള്ള കുട്ടികളെ കാണണം,
അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണം, അവരുടെ കൂടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് താഷ്കണ്ട്. ഇപ്പോൾ BYD എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന കമ്പനി, മക്കോഫിയുടെ കമ്പനിയുടെ ഒക്കെ ആസ്ഥാന മന്ദിരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്ന ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് ചില പേരൻസിനെങ്കിലും മനസ്സിലാവും, ഇവിടെ ഏറ്റവും കൂടുതൽ കാറുകൾ കാണാൻ പറ്റുന്നത് ഷവർലെ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. സോ അമേരിക്കയുടെ ഒക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉസ്ബെക്കിസ്ഥാനിലുണ്ട് താനും. ഇപ്പോൾ നമുക്ക് ഓരോ സമുച്ചയങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ അവരുടെ ഗവൺമെൻറ് റിലേറ്റഡ് സ്ഥാപനങ്ങളാണ്. ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. അതായത് വലിയ ശബ്ദങ്ങളോ മറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഡൽഹിയിലോ അതല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബഹളമൊക്കെ കേൾക്കും. അതുപോലെ ഒന്നല്ല, വളരെ പീസ്ഫുള്ളാണ്. താഷ്കണ്ടിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗാർഡൻസാണ്. നമുക്ക് നമ്മളെ മുഗൾ റൂളേഴ്സിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഡൽഹിയിലൊക്കെ ഒരുപാട് ഉദ്യാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, അതേപോലെ താഷ്കണ്ടിൻ്റെ ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസാണ്. ഈവൻ ഒരു ചെറിയ സ്പോട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഉദ്യാനം കൊണ്ടുവരാനും അവിടെ ഒരു പാർക്ക് കൊണ്ടുവരാനും അവിടെ വൈകിട്ട് ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ള, അതല്ലെങ്കിൽ മാനസിക ഉന്മേഷത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും താഷ്കണ്ടിലോട്ട് വരുമ്പോൾ. ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പോലെ പേരല്ല ഉണ്ടാവുക. ബസ്സിനൊരു നമ്പർ ഉണ്ടാവും, അത് പെർട്ടിക്കുലർ ഒരു സ്ഥലത്ത് നിൽക്കും, ആൾക്കാർ കയറും ഇറങ്ങും. പോരാത്തതിന് ഇവിടെ ബസ്സിനകത്ത് തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളൊരിക്കലും പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കണ്ടക്ടറോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റുഡൻസിൻ്റേതായ ഡിസ്കൗണ്ടുള്ള കാർഡ്സും മറ്റു കാര്യങ്ങളും ടാപ്പ് ചെയ്യുക. അതല്ല ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റേതായ കാർഡും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു സമുച്ചയം കാണാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രെയിം, ഏതൊരു ആസ്ഥാന മന്ദിരത്തിലോട്ടുള്ള യാത്രയാണത്. ഇവിടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതായത് ഒരു മെയിൻ റോഡും അതിൻ്റെ അപ്പുറത്തൊരു ഉദ്യാനവും അതിൻ്റെ അപ്പുറത്തൊരു വാക്ക് വേ. നമ്മളെ നാട്ടിലൊക്കെ ഇത് എപ്പോഴോ പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് വരികയാണ്. അതായത് ബസ് കഴിഞ്ഞ് മെട്രോ സ്റ്റേഷനിലോട്ട് വരികയാണ്. ഈ മെട്രോ എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലോ ആണെങ്കിലും യുക്രൈനിലാണെങ്കിലും ജോർജിയയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും പണ്ടത്തെ USSRൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വിപുലമായിട്ട് ഉള്ളതാണ്. അതായത് നമ്മളൊക്കെ അത് തന്നെ നമുക്കൊരു അത്ഭുതമാണ് സത്യത്തിൽ. ഒരു 4 നിലയുടെ താഴ്ച, അതല്ലെങ്കിൽ ഒരു 10 നിലയുടെ താഴ്ചക്കൂടെയൊക്കെയാണ് തുരങ്കത്തിലൂടെ തീവണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നത്. സോ അങ്ങനെയാണ് ഇവിടെ ഓരോന്നും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ റെഡ് ലൈന്, ഗ്രീൻ ലൈന്, ബ്ലൂ ലൈന് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. സോ ഇത് സത്യത്തിൽ നമ്മുടെ സമുദ്രോപരിതലത്തു നിന്ന് ഇച്ചിരി താഴെയാണ് ഈ മെട്രോസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിക്കടിയിലാണ് ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ യൂസ് ചെയ്യുന്നത് മെട്രോ ആണ്. സോ നമ്മുടെ വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് താഷ്കണ്ടിൽ ഉപയോഗിക്കുന്നത്. താഷ്കണ്ടിൻ്റെ വേറൊരു കാര്യം കൂടി എനിക്ക് അറിയിക്കണമെന്നുണ്ട്. താഷ്കണ്ടിൽ പേയ്മെൻറ്റിനൊട്ടും വാല്യൂ കുറവാണ്. ഇപ്പോൾ എനിക്കെൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം ആ പേരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, 1.5 ലക്ഷം രൂപ എൻ്റെ കുട്ടിക്ക് ഇന്ന് ചിലവായി, ഇതൊന്നും നിങ്ങൾ നാട്ടിൽ നിന്ന് പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1.5 ലക്ഷം സോമാണത്. 1.5 ലക്ഷം സോമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു നമ്മളെ നാട്ടിലത്തെ ഒരു 700 രൂപ 7000 രൂപ എന്തോ ഒരു കാര്യത്തിന് ചിലവായപ്പോഴാണ് ആ പേരൻ്റ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ പുള്ളിക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതായത് ഒരു 10,000 സോമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ 670 രൂപയാണ്. സോ 1 ലക്ഷം എന്ന് പറയുമ്പോൾ 6700. അപ്പോൾ അങ്ങനെ പൈസക്ക് വളരെ വാല്യൂ കുറഞ്ഞൊരു നഗരമാണ് എന്ന് കരുതി ചിലവ് കൂടുതലെന്ന് അർത്ഥമല്ല കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ചിലവുള്ളൂ. കറൻസീൻ്റെ വാല്യുവേഷൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ അതിനകത്ത് വരുന്നുള്ളൂ. മെട്രോ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ലൈനിൽ നിന്നും മറ്റൊരു ലൈനിലോട്ട് മാറുന്നതായിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ എക്സിറ്റിലോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ താഷ്കണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വെൽക്കമിങ് ആണ് ആൾക്കാർ. അതായത് നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് പഠിക്കുന്ന പോലെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പഠിക്കുന്ന പോലെയൊന്നല്ല, വളരെ വെൽക്കമിങ് ആണ്. അതായത് അവർ യാതൊരു രീതിയിലുള്ള റേസിസ്റ്റ് ചിന്താഗതിയോ മനോഭാവമോ അങ്ങനെ ഇല്ലാതെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എയർപോർട്ടിലും അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസും ആ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ജോലി സമയത്ത് ആൾക്കാർ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ താഷ്കണ്ടിൻ്റെ ഓരോ സിമ്പിൾസും അവരുടെ കൾച്ചറിനെ കാണിക്കുന്ന, അതായത് അവരുടെ കൾച്ചറിന് വിസ്മരിക്കപ്പെടാത്ത രീതിയിൽ ഉണർത്തുന്ന ഓരോ രീതിയിലുള്ള സിമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനും അങ്ങനെ താഷ്കണ്ട്
മെട്രോ സ്റ്റേഷൻ്റെ പുറത്തോട്ട് പോവുകയാണ്, അതായത് താഷ്കണ്ടിലുള്ള മെട്രോ സ്റ്റേഷൻ്റെ പുറത്തോട്ട് പോവുകയാണ്. ഇവിടുത്തെ പ്രധാന വരുമാനമാർഗം ഇവർക്കുള്ളത് കൃഷിയും പിന്നെ മറ്റ് കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. താഷ്കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, താഷ്കണ്ട് ക്യാപിറ്റൽ സിറ്റി അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആണ്. അത് കഴിഞ്ഞ് കുറേ നെൽവയലുകളും പാടങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഒരുപാട്, അല്ലെങ്കിൽ ഗോതമ്പ് പാടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് അടുത്ത സിറ്റി വരുന്നത്. സോ താഷ്കണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റി കഴിഞ്ഞ് അടുത്ത സിറ്റിയിലോട്ട് പോകുമ്പോഴാണ് അടുത്ത യൂണിവേഴ്സിറ്റി വരുന്നത്. ഇപ്പോൾ താഷ്കണ്ടിൽ തന്നെ ഉള്ള താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി ഉണ്ട്, താഷ്കണ്ട് പീഡിയാട്രിക് ഉണ്ട്, താഷ്കണ്ട് ഡെൻ്റൽ അക്കാഡമി ഉണ്ട്. ഈ 3 യൂണിവേഴ്സിറ്റിയുടെയും ഈ വർഷം സംയുക്തമായിട്ട് താഷ്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരുമിച്ചാക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും താഷ്കണ്ടിൻ്റെ ഓരോ ഭാഗത്താണ് യൂണിവേഴ്സിറ്റികൾ, അതായത് ഉസ്ബെക്കിസ്ഥാനിലെ ഓരോ ഭാഗത്താണ് യൂണിവേഴ്സിറ്റികൾ. ഇപ്പോൾ താഷ്കണ്ടിൽ ഉള്ള യൂണിവേഴ്സിറ്റി താഷ്കണ്ട് ക്യാപിറ്റൽ സിറ്റിയിൽ, ആൻഡിജൻ യൂണിവേഴ്സിറ്റി ആൻഡിജൻ എന്ന് പറഞ്ഞ വേറെ സംസ്ഥാനത്ത്, ഫെർഗാന എന്ന് പറയുന്നത് ആൻഡിജൻ്റെയും താഷ്കണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സംസ്ഥാനത്തിലുള്ള ഒരു ചെറിയ സ്ഥലത്ത്, പിന്നെ അതേപോലെ വരുന്നത് സമർഖണ്ഡും ആൻഡിജൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ മുന്നിലാണ്. സോ താഷ്കണ്ട് വളരെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ എപ്പോഴും പാരൻസിന് ഡൗട്ട് ഉണ്ടാവില്ല, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ചെറിയ കുടില് പോലെയുള്ള സ്ഥലത്താണ് കുട്ടികൾ പഠിക്കുന്നത്, പ്രാക്ടിക്കലില്ല ക്ലിനിക്കലില്ല എന്നൊക്കെ. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. അതായത് ഏറ്റവും വിശാലമായിട്ടാണ് താഷ്കണ്ടിലുള്ള ഓരോ യൂണിവേഴ്സിറ്റിയും കിടക്കുന്നത്. ഞാനിപ്പോൾ താഷ്കണ്ടിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് കയറി. അതായത് ഇത് താഷ്കണ്ട് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലിലുള്ള നടുമുറ്റാണ്. നമുക്ക് ഈ ചുറ്റോറം കാണാൻ പറ്റുന്നത് ഓരോ രീതിയിലുള്ള ക്ലാസ് റൂംസ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂംസൊക്കെ ഒരു 6 നില 8 നിലയിൽ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ് റൂമിലും നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, ഒരു ക്ലാസ് റൂമിൽ 8 9 കുട്ടികൾ, അതല്ലെങ്കിൽ മാക്സിമം ഒരു 12 കുട്ടികളെ ഉണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിലത്തെ പോലെ 50 60 കുട്ടികളുമില്ല. സോ ആ രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇത് നടുമുറ്റാണ്. കുട്ടികൾ ക്ലാസ്സിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുകയും പഠിക്കുകയും ഒക്കെയാണ് ചെയ്യുക. അങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റും. അതായത് വളരെ വലിയ ഒരു സ്ട്രക്ചറാണ് താഷ്കണ്ടിൻ്റെ. താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ഥലത്ത് നടുമുറ്റത്ത് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഈ താഷ്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഇതുപോലെ 4 5 ബിൽഡിങ്സ് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. അവിടെയൊക്കെ പാടായിട്ടാണ് അവരുടെ പഠനം സജ്ജീകരിച്ചിട്ടുള്ളത്. സോ ഞാൻ താഷ്കണ്ടിൻ്റെ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. സോ നമുക്ക് കാണാൻ പറ്റും ഇവിടെ, അതായത് അനാട്ടമി റിലേറ്റഡ് ആയിട്ടും മനുഷ്യ ശരീരത്തിൻ്റെ പല അവയവങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ. പിന്നെ ടി വി ഒക്കെ കാണാൻ പറ്റും. അതായത് നല്ല സ്മാർട്ട് സ്ട്രക്ചറിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽസും ബെഡ്സും പേഷ്യൻസും ഒന്ന് കിടക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസസ് എന്ന് പറയാൻ നമുക്ക് ഡമ്മി വെച്ചിട്ടും പഠിപ്പിക്കുന്നുണ്ട്, റിയൽ ബോഡി വെച്ചിട്ടും പഠിപ്പിക്കുന്നുണ്ട്, സിന്തറ്റിക് വെച്ചിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ സമ്പ്രദായം കാണാൻ പറ്റും. പിന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള മെഷീനറീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് താഷ്കണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സ്മാർട്ട് ഡെവലപ്ഡ് ആയിട്ടാണ്, അതായത് എല്ലാ രീതിയിലുള്ള പുതിയ സാങ്കേതികവിദ്യയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ഈ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾവശം കാണിക്കുന്നില്ല, ജസ്റ്റ് പുറത്തത്തെ ഭാഗങ്ങൾ കാണിക്കാം. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസിന് പഠിക്കുന്നതിനും കാര്യങ്ങൾക്കും. അനാട്ടമി നല്ല രീതിയിൽ ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടും റേഡിയോളജി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ തെറാപ്പി സെൻറ്റേഴ്സ് കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. സോ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സത്യത്തിൽ നമ്മുടെ നാട്ടിലത്തെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഓരോ യൂണിവേഴ്സിറ്റി മേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കാണാൻ പറ്റും, അതായത് കുട്ടികളുടെ വിശ്രമ സമയം, അതായത് ക്ലാസ് ഇല്ലാത്ത സമയത്ത് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ, കുട്ടികൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ. ഈ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ ക്ലാസ് ഇല്ലാത്ത സമയത്ത്, അതായത് ക്ലാസ്സിൻ്റെ വിശ്രമവേളകളിൽ ഇങ്ങനത്തെ ഉള്ള ഓരോ കുടുസായ റൂമുകളുണ്ടാവും. ഇതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ട് മൊത്തത്തിൽ മറച്ചു വെച്ചിട്ടുള്ള ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികൾ പഠിക്കുന്നതും അടുത്ത എക്സാംസിനും അടുത്ത മൊഡ്യൂൾസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഒത്തിരി ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അതിൽ കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ തന്നെയാണ് എന്നുള്ളത്
നമുക്ക് അഭിമാനിക്കാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ MBBSന് പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഹ്യൂമൻ ബോഡി ഓർഗൻ സിസ്റ്റംസ്, അതായത് അനാട്ടമി പഠിപ്പിക്കുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള മസ്കുലർ സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം. സോ ഇത്രയും സിസ്റ്റംസ് നമുക്ക് അനാട്ടമിയുടെ വലിയൊരു പോർഷനാണ്. അതിനെ സിംബോളിക്കായിട്ട് അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റും, അതായത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞു, കുട്ടികളവിടെ ഫ്രീ ടൈമിൽ അടുത്ത ടീച്ചറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലിൽ നിൽക്കുകയാണ്. അവരെന്തോ ഒരു ഡിസ്കഷൻ നടക്കുകയാണ് തോന്നുന്നു. സോ ഞാൻ ആ വഴിക്ക് വല്ലാണ്ട് പോയില്ല, അവരെ പഠനത്തിന് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് പതുക്കെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് അങ്ങനെ താഷ്കണ്ടിനെ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ്. നിങ്ങൾ നോക്കി നോക്കൂ, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റി. അതിനകത്ത് തന്നെ നമുക്ക് പാർക്ക് കാണാൻ പറ്റും, കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും കാണാൻ പറ്റും. മെയിൻ റോഡിൻ്റെ എത്ര എടുത്താണ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് കാണാൻ പറ്റും. കാരണം മെയിൻ റോഡ്, അതായത് എയർപോർട്ട് കണക്ട് ചെയ്യുന്ന മെയിൻ റോഡ് മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ താഷ്കണ്ട് ഇവിടെ തന്നെ, അതായത് ഇങ്ങനെ ഓരോ നിലകളായിട്ട്, അതായത് കവാത്ത് എന്നാണ് ഇവിടെ പറയുക. ഈ കവാത്ത് എന്നൊക്കെ പറയുന്നിട്ടുള്ള ഇവർ ഉസ്ബക്ക് വേർഡ് യൂസ് ചെയ്യുമെങ്കിലും പഠന സംബന്ധമായിട്ട് എല്ലാതും ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ താഷ്കണ്ടിൻ്റെ മെയിൻ ക്യാമ്പസിൻ്റെ ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇത് താഷ്കണ്ടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഞാൻ മെയിൻ എൻട്രൻസ് ഇങ്ങോട്ട് കയറുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കുട്ടികളുടെ കഫറ്റീരിയയാണ്. അതായത് നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് കിട്ടുന്ന, അതായത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കഫറ്റീരിയയാണത്. സോ ഈ കഫറ്റീരിയ കുട്ടികൾക്ക് എല്ലാ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ, ഇപ്പോൾ ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരും ഒക്കെ എല്ലാവർക്കും പാടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അധികം എരിവും പുളിയൊന്നും ഇല്ലാത്ത ഫുഡാണ് അവിടുന്ന് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ഞങ്ങളുടേതായ ഹോസ്റ്റലിട്ട് അവിടെ കേരള ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം ഭക്ഷണം കഴിച്ചിരിക്കാനൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ എല്ലാവർക്കും പാടെ പറ്റുന്ന രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബസ് മുന്നിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ മെയിൻ ക്യാമ്പസ് നേരത്തെ കാണിച്ചു, റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇനി താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്സിന്, ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പാരൻസ് വിദ്യാർത്ഥികളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴുള്ള ഡൗട്ടാണ്, അതായത് ക്ലിനിക്കൽ എക്സ്പോസർ ഉണ്ടോ, വിദേശത്ത് ക്ലിനിക്കൽ എക്സ്പോസർ ഉണ്ടോ എന്നുള്ളത്. സോ ഈ ഒരു കവാടം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് എല്ലാ പ്രാക്ടിക്കൽസും ക്ലിനിക്കൽസും നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ ഫെസിലിറ്റീസ് കിട്ടുന്ന സ്ഥലമാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഒരു ക്ലിനിക്സ് കൊടുക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ്, അതായത് അത്രയും വലിയ സ്ട്രക്ചറിനകത്താണ് ക്ലിനിക്കൽ എക്സ്പോസറും മറ്റു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള എൻവിറോൺമെൻറ്റാണ്. താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിൽ കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ്റെ പുറമെ തന്നെ മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനും അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ പാർക്കിംഗ് ആണുള്ളത്. സോ ഞാൻ ഈ പാർക്കിംഗ് എന്തിനാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയധികം പേഷ്യൻസ് വരുന്നുണ്ട്. ഇത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലുള്ള പാർക്കിംഗ് ആണ്. സോ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു, പീഡിയാട്രിക് കാണിച്ചു, ഗൈനക്കിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണിച്ചു, പിന്നെ മെയിൻ ക്യാമ്പസ് കാണിച്ചു. സോ ഇതിനകത്ത് അതായത് ഒരു 14 ചെറിയ ചെറിയ കെട്ടിടങ്ങളുള്ള വലിയ ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു കോമ്പൗണ്ടാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി. ഓക്കെ, അപ്പോൾ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. സോ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കാണുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓരോ ഡോക്ടേഴ്സിൻ്റെ OP കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വെൻഡിങ് മെഷീനും ഒരു മസാജ് സെൻറ്റേഴ്സൊക്കെ. സോ ഇത് അത്ര വലിയൊരു സംഗതിയൊന്നുമില്ല, നമ്മളെ നാട്ടിൽ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ സൈഡ് കുറച്ചുകൂടി ഒന്ന് കാണാം. അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിക്ക്, ക്ലിനിക്കൽ എക്സ്പോസറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൻഡോക്രൈനോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, റോയ് ഹത്യോന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൽ ഇപ്പോൾ ഇമ്പോസിബിളാണ്, ഹോസ്പിറ്റലായതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് നമുക്ക് പരിധിയുണ്ട്. അപ്പോൾ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ
2 ഗൈനക്കിൻ്റെയും അതായത് പീഡിയാട്രിക്കിൻ്റെ ഒക്കെ ബിൽഡിംഗ് നമ്മൾ കണ്ടു. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് കാണുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമെന്ന് തോന്നും. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഈ സമയത്ത് നമ്മൾ വൈകുന്നേരമാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ, അതായത് ഇവിടുത്തെ പക്ക എമർജൻസി, അതായത് ഇവിടുത്തെ എന്തെങ്കിലും രീതിയിൽ അപകടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നേരെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റലാണ്. സോ ഇവിടെ കുട്ടികൾക്ക് ആ രീതിയിൽ തന്നെ പ്രാക്ടീസസ്, അതായത് പേഷ്യൻസിനെ നോക്കിയിട്ട്, ഇപ്പോൾ നമ്മളെ നാട്ടിൽ ചില സ്ഥലത്തൊക്കെ 4th ഇയറോ 5th ഇയറൊക്കെ ആകുമ്പോഴാവും ക്ലിനിക്കൽ ഒബ്സർവേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്ന് കേട്ടിട്ടുണ്ട്. സോ ഇവിടുത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വന്ന മുതൽ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അവർക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പ്രാക്ടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. അതായത് ഈ ഒരു കവാടം കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 5-6 ബിൽഡിങ്സ് ഉണ്ട് കുട്ടികൾ താമസിക്കുന്നത്. സോ ഇതിനകത്താണ് കുട്ടികളുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് സാധാരണ രീതിയിൽ വരാറുള്ളത്. സോ ചില കൺസൾട്ടൻസിക്കാർ ഇതിൻ്റെ പുറത്തും സ്റ്റേ മാത്രം ചെയ്യാറുണ്ട്, ചില കൺസൾട്ടൻസിക്കാർ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ മാത്രം ചെയ്യാറുണ്ട്. നമ്മളുടെ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ വേണമെങ്കിൽ അതും, പുറത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കേരള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ ഹോസ്റ്റലും അവൈലബിൾ ആണ് വിത്ത് കേരള ഫുഡ്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളതൊന്ന് കാണാം. ഓക്കെ, കം. അപ്പോൾ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ഒരു ഹോസ്റ്റലിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി ഇപ്പോൾ ഉസ്ബെക്കിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരുപാട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. താഷ്കണ്ട് വേണോ, ബുഖാറ വേണോ, സമർഖണ്ഡ് വേണോ, ആൻറ്റിജം വേണോ, ഫെർഗാന വേണോ എന്നുള്ളത്. സോ ഇതിനകത്ത് നിങ്ങളൊരു ക്യാപിറ്റൽ സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എയർപോർട്ട് എടുത്തായിരിക്കും, പിന്നെ ഇൻ്റർനാഷണൽ സെമിനാർസ് കോൺഫറൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ആകുമ്പോൾ ഒരു ക്യാപിറ്റൽ സിറ്റിയിലാണ് എപ്പോഴും ഡെവലപ്ഡ് ആകും. ഇപ്പോൾ ഈ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഒരു 4-5 അവരുടെ കോംപ്ലക്സസും ക്ലിനിക്കൽ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ഹോസ്റ്റൽസിൻ്റെ ഏരിയ തന്നെ, അതായത് അക്കോമഡേഷൻ്റെ ഫെസിലിറ്റി തന്നെ ഒരു 10-20 ഏക്കറിൽ കിടക്കുന്ന 8-10 ഹോസ്റ്റൽസ് കൂടിയിട്ടുള്ള ഒരു സെൻ്ററാണ്. സോ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സാണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓഫർ ലെറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം.